പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും ഏകാഗ്രതയുള്ള ഹൃദയത്തോടും ദൈവസന്നിധാന ചിന്തയോടും കൂടെ കർത്തൃസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സദസ്സിന് ഞങ്ങളുടെ പ്രത്യേക സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില നീണ്ട ദിവസങ്ങളായി നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന ഏറ്റവും മനോഹരമായ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവവചനം നാം തുടർച്ചയായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ നാം വിശ്രമമുറികളിലേക്ക് പോകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിനെ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ തട്ടി ഉണർത്തുകയാണ്. മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കുകയും മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന കൊടുക്കാതിരിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മൂല്യമുള്ളതിന് മുൻഗണന കൊടുക്കുവാൻ തിരുവെഴുത്തുകളുടെ മുൻപിൽ നാം ഒരുക്കപ്പെടുന്ന ദിവസങ്ങളാണ് ദിവസങ്ങൾ. അതുകൊണ്ട് അതിനൊപ്പം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആത്മീയമായി തയ്യാറെടുപ്പിക്കുന്ന ദൈവമക്കൾ ധന്യരാണ്, ഭാഗ്യശാലികളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ പ്രതിബിംബിപ്പിക്കുന്ന കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം. ഇതിലൂടെ നമുക്ക് നമ്മെ തന്നെ സ്വയം വിശകലനം ചെയ്ത് വിലയിരുത്തുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരു പടി കൂടെ ഒരുങ്ങുവാനും കഴിയും. ധ്വരമൂത്ത ആർത്തിമൂത്ത ഒരു തലമുറയാണ് ഈ തലമുറ. വെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹവും കൊതിയും മനുഷ്യനിൽ വല്ലാതെ ഉയരുകയാണ്. എന്നാൽ അവയൊന്നും അനുഭവിക്കാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തുകയാണ്. ഇതിന് നടുവിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് തിരിച്ചറിയത്തക്ക വിധം ഈ ആത്മീയ ശുശ്രൂഷകളുടെ ധ്യാനവേളകളിൽ ദൈവാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. ദിഗ്വിജയിയായ അലക്സാണ്ടറിനെ കുറിച്ച് കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് ഈ ലൈനിൽ പങ്കെടുക്കുന്നവരിൽ മിക്കപേരും. ലോകം തന്റെ വാൾപ്പിടിയിൽ ഒതുക്കാൻ തീവ്ര പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങളിൽ പടയോട്ടം നടത്തിയ ദിഗ്വിജയിയായ അലക്സാണ്ടർ മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശിയിട്ട്, നീ വൻകരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കാൻ എനിക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന്റെ യഥാർത്ഥ വിഷയം പിടിച്ചടക്കാൻ ഇനിയും സ്ഥലങ്ങൾ കിടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നത്. അദ്ദേഹത്തോട് ഒരു ചിന്തകൻ ഈ പടയോട്ടത്തിന്റെ ഇടയിൽ ഒരിക്കൽ ചോദിച്ചു, അങ്ങയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? അങ്ങ് എന്തിനെ പിടിച്ചടക്കാനാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, റോമിനെ ഞാൻ അധികം താമസിക്കാതെ പിടിച്ചടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ അത് കഴിഞ്ഞുള്ള ലക്ഷ്യം എന്താണ്? തൊട്ടടുത്ത് കിടക്കുന്ന സിസിലി എന്ന രാജ്യത്തെ ഞാൻ പിടിച്ചടക്കും. അതിനുവേണ്ടിയുള്ള യുദ്ധശ്രമങ്ങളും പദ്ധതികളും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സിസിലിയെ പിടിച്ചടക്കും. അത് കഴിഞ്ഞ് അങ്ങയുടെ ലക്ഷ്യം എന്താണ്? അത് കഴിഞ്ഞ് ഞാൻ ആഫ്രിക്കയിലേക്ക് തിരിയും. ആഫ്രിക്ക എന്റെ കാൽ കീഴാൻ വരും. ആട്ടെ, അത് കഴിഞ്ഞ് അങ്ങയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്തത് കാർത്തേജിനെ ഞാൻ പിടിച്ചടക്കും. അത് കഴിഞ്ഞാൽ കോപിക്കരുത്, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? അടുത്തത് ഗ്രീസിനെ ഞാൻ പിടിച്ചടക്കും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ശാന്തമായി എന്റെ ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കാൻ. ഉടനെ ചിന്തകൻ ചോദിച്ചു, ഇത്രയും വെട്ടിപ്പിടിച്ചു അടക്കിയിട്ട് മാത്രമേ അങ്ങേക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഇപ്പോഴേ ജീവിതം ആസ്വദിക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒത്തിരി പ്രതീക്ഷയോടെയാണ് ജീവിതം ശാന്തമായി ആസ്വദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻപോട്ട് നീങ്ങിയത്. തന്റെ അമ്മ തന്നെ കാണുവാൻ ആഗ്രഹിച്ച് കത്തയക്കും. ദൂതൻ മുഖാന്തരം കൊടുത്തുവിടുന്ന കത്ത് കൈപ്പറ്റിയിട്ട് യുദ്ധമുഖത്ത് നിന്ന് മകൻ അലക്സാണ്ടർ ഫിലിപ്പ് രാജാവിന്റെ ഭാര്യയ്ക്ക്, തന്റെ അമ്മയ്ക്ക് അയച്ചു വരുന്ന മറുപടി കത്തെന്നറിയാമോ? അമ്മേ, ഒരു രാജ്യം കൂടെ, അമ്മേ, ഒരു രാജ്യം കൂടെ, അമ്മേ, അടുത്ത രാജ്യം കൂടെ. കാണാൻ അവസരമുണ്ടായില്ല. അവസാനമായി ഇന്ത്യയിൽ പോറസിനോട് ഏറ്റുമുട്ടുന്ന മഗധയുടെ ആക്രമണത്തിന് ശേഷം അദ്ദേഹം ഈ പോരാട്ടം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറാഖിലേക്ക് മടങ്ങി പനിനീർക്കുളങ്ങളിൽ കുളിച്ചു കയറിയതോടുകൂടെ സംഭവിച്ച കഠിന ജ്വരബാധ, അത് വിഷം കൊടുത്തതാണ് എന്നും പറയപ്പെടുന്നു. മരണത്തോടടുക്കുകയാണ്. ആ സമയം
തന്റെ ഫിഷുഗ്രന്മാരെ, തന്റെ ഡോക്ടേഴ്സിനെ ചുറ്റും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഒറ്റ കാര്യം നിങ്ങൾ എനിക്ക് ചെയ്യണം, എന്റെ ജീവൻ എന്റെ അമ്മ വരുന്നത് വരെ ഒന്ന് പിടിച്ചു നിർത്തണം. പ്രഭു, സാധ്യമല്ല. കോടികളുടെ അങ്ങയുടെ ഭണ്ഡാരത്തിലെ രത്നങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നാലും അങ്ങയുടെ ജീവൻ അങ്ങ് പറയുന്നത് പോലെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിയുകയില്ല, ഞങ്ങൾക്ക് കഴിയുകയില്ല. ലിസിമാക്കസ്, കിസാൻഡ്രസ്, സെലൂക്കസ്, ടോളമി എന്നീ സഹഭരണാധികാരികൾ, സകല കൂട്ടത്തിലുണ്ടായിരുന്ന സൈനിക നേതാക്കന്മാർ രാജ്യം വിഭജിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണരംഗമൊക്കെ ചരിത്രം അറിയുന്നതാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എവിടെയാണ് ആസ്വദിക്കാൻ അവസരം കിട്ടിയത്? വെട്ടിപ്പിടിക്കുവാനുള്ള പ്രതീക്ഷകളോടുകൂടെ ജീവിതം മുൻപോട്ട് തള്ളി. ആ ത്വര, ആ ആർത്തി, ആ കൊതി, ആ പ്രതീക്ഷ മുഴുവൻ അസ്ഥാനത്തായി. എന്തിന്? ജീവിതത്തിൽ ഒട്ടും സമാധാനമായിട്ടല്ല അവസാനിക്കുവാനിടയായിട്ടിടയായത്. ഇന്ന് രാത്രി ദൂത നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വചനത്തിന്റെ മുൻപിൽ വിലയിരുത്തണം. നാം അധ്വാനിക്കുന്നത് എവിടെയാണ് നാം നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ സമ്പത്ത് എവിടെയാണ് നാം സ്വരൂപിച്ചിരിക്കുന്നത്? ഇന്ന് രാത്രി ഈ ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു ഭക്തന്റെ, സ്വർഗത്തെ നിത്യവീടായി പ്രതീക്ഷിക്കുന്ന ഒരു ഭക്തന്റെ നിത്യതയിലെ അക്ഷയ നിക്ഷേപം അഥവാ സ്വർഗത്തിലെ ഉത്തമ സമ്പത്ത് എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ തുടങ്ങുന്നത്. തിരുവഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാമത് വാക്യം ഞാനിവിടെ വായിക്കുന്നു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചതിന്റെ കാരണം എന്താണ്? ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ അപ്പസ്തോലിക കാലഘട്ടം അതിക്രൂരമായ പീഡയിലൂടെ സഭ കടന്നു പോവുകയാണ്. അതിഭയങ്കരമായി സഭ പീഡിപ്പിക്കപ്പെടുന്നു. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച്, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി, കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച്, മനുഷ്യത്വരഹിതവും ക്രൂരവും പൈശാചികവും ഏറ്റവും ഭീകരവുമായി ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരുവൻ ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടും ആശീർവാദങ്ങളോടും കൂടെ അവന്റെ സമ്പത്ത് പിടിച്ചെടുക്കത്തക്ക വിധം സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഈ പ്രത്യേക പ്രതിസന്ധി കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച പ്രതികൂലം ചില്ലറയല്ല. അതിന് നടുവിൽ അവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, അവിടെ വീക്ഷണകോൺ ഇവിടെ വ്യക്തമാക്കുകയാണ്. അവർ പ്രതിസന്ധികൾക്ക് നടുവിൽ സഹപ്രവർത്തകരോടും തടവുകാരോടും സഹതാപം കാട്ടി. അത് മാത്രമല്ല, സ്വർഗത്തിൽ തങ്ങൾക്ക് ഉത്തമമായ സമ്പത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചു. അങ്ങനെയാണെങ്കിൽ സമ്പത്തിനോടുള്ള സ്വർഗത്തെ വീടായി കാണുന്ന ഭക്തന്റെ വീക്ഷണം എന്താണ്? സ്വർഗത്തെ വീടായി കാണുന്ന ഭക്തന്റെ വീക്ഷണത്തിൽ സമ്പത്ത് സ്വർഗത്തിലെ അക്ഷയമായ ഉത്തമ നിക്ഷേപത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട് ജീവിതം നയിക്കും. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ മോശയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നുവെന്ന് നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 11-ന്റെ 25 ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മോശയിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. ആ കൊട്ടാരത്തിന്റെ ആധിപത്യത്തിലേക്ക് മോശ വരുവാൻ സമയം അടുത്തു കഴിഞ്ഞു. അടുത്ത ഫറവോയായി മാറത്തക്ക വിധത്തിൽ അധികാരം തന്റെ കൈകളിൽ കൈപ്പിടി അകലത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇതിന് നടുവിൽ മിസ്രൈമിലെ സമ്പത്തുകളെ താൻ ഒന്ന് നോക്കി. ഒരു കൈയിൽ മിസ്രൈമിലെ സമ്പത്തിന്റെ സമൃദ്ധി. കെയ്റോ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അവിടുത്തെ മ്യൂസിയത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കോടി കോടി കോടികളുടെ ആസ്തികൾ, സ്വർണ്ണക്കട്ടികൾ, രത്നശേഖരങ്ങൾ ഇരിപ്പുണ്ട്. അത് ഒരു കാലഘട്ടത്തിലെ ഫറവോമാർ
രാജ്യത്തിന്റെ ഭണ്ഡാരത്തിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന കോടികളുടെ ആസ്തിയാണ്. ഒരു വശത്ത് ആ രത്ന സ്വർണ്ണ ശേഖരങ്ങളിലേക്ക് അവന്റെ കണ്ണുപോയി, മറുവശത്ത് ഇത് മുഴുവൻ ഉപേക്ഷിച്ചതിന് ശേഷം ദൈവജനത്തിന്റെ അടിമത്വത്തിന്റെ വിടുതലിന് വേണ്ടി ത്യാഗം സഹിച്ച് മരുഭൂമിയിലേക്ക് ഇറങ്ങിയാൽ തനിക്ക് ലഭിക്കാൻ തുടങ്ങുന്ന സ്വർഗത്തിലെ അക്ഷയമായ നിത്യമായ ഒരിക്കലും അവസാനിക്കാത്ത ആ സമ്പത്തിന് താൻ ആത്മാവിൽ കണ്ടു. ഒന്നിന്റെ ക്ഷണികതയും മറ്റൊന്നിന്റെ നിത്യതയും തിരിച്ചറിഞ്ഞ ഈ കർത്തൃദാസൻ കെയ്റോയിലെ കോടിക്കണക്കിന് മൂല്യമുള്ള രത്നപണ്ട ശേഖരങ്ങളുടെ സമ്പത്തിനെ പുറകിലെറിഞ്ഞിട്ട് വിശ്വാസത്താൽ താൻ സ്വർഗത്തിൽ നിലനിൽക്കുന്ന അക്ഷയ സമ്പത്തിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിപ്പാൻ കാരണം എന്താണ്? ഒരിക്കൽ അവൻ പർവ്വതത്തിന് മുകളിൽ കത്തുന്ന ഉൾപ്പടർപ്പിൽ കണ്ട ദർശനമുണ്ട്. മഹാദൈവത്തിന്റെ സാന്നിധ്യം തീക്കകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതാ തീക്കകത്തേക്ക് വെളിപ്പെടുന്ന ദൈവ തേജസ്. ആ മുൾപ്പടർപ്പ് നിന്ന് കത്തുകയാണ്. ഭയത്തോടെ ഈ കാഴ്ച കാണുവാൻ അടുത്ത് ചെല്ലുന്ന മോശ ആ തീക്കകത്തുനിന്നൊരു ശബ്ദം പുറത്തേക്ക് വരുന്നത് കേൾക്കുന്നു. അശരീരി പോലെ മുഴങ്ങുന്ന ആ കത്തിച്ചൊലിക്കുന്ന തീക്കകത്തെ ശബ്ദം, മോശേ മോശേ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക, നിന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുക. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇനിയും ഞാൻ വെച്ചു പൊറപ്പിക്കുകയില്ല. അടിമത്വത്തിന്റെ ബന്ധനങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് എന്റെ ജനത്തെ വിടുവിക്കുവാൻ എനിക്കൊരു വിമോചകനെ വേണം. അത് നിന്നിൽ ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ സമ്പത്തിലേക്ക് ആശ്രയിച്ച് ഇവിടെ നീ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനേക്കാൾ ഇതിനെ മുഴുവൻ പുറംകാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് എന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ നിക്ഷേപത്തിന് ഞാൻ നിന്നെ പാത്രീഭൂതനാക്കാം എന്ന വാഗ്ദത്തം അവന്റെ ചെവിയിൽ മുഴങ്ങിക്കാണും. ആ ആലോചനയ്ക്ക് മുൻപിൽ അവൻ തീരുമാനിച്ചു, ഇല്ല, ഈ കൈറോയുടെ ഈ ഈജിപ്തിന്റെ കോടികളുടെ ആസ്തികളെക്കാൾ വലുത് ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടതയാണ്. അപ്പോൾ മൂല്യം താൻ തിരിച്ചറിഞ്ഞു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈജിപ്തിലെ കെയ്റോ സന്ദർശിച്ചാൽ അവിടുത്തെ സ്ട്രോങ് റൂമിനകത്ത് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ആ സ്വർണ്ണ കട്ടികളും രത്നശേഖരങ്ങളും ഇരിക്കുന്നത് കാണുമ്പോൾ അത് ആരുടെ സമ്പത്തായിരുന്നു എന്നറിയാമോ? ഒരു കാലത്ത് ഫറവോമാരായി ഭരിച്ച ഭരണാധികാരികളുടെ സമ്പത്തായിരുന്നു. അതിന്റെ ഉടമസ്ഥരെല്ലാം എന്ത് ചെയ്യും? എല്ലാം മരിച്ചുപോയി. മരണം കൊണ്ട് അവരൊക്കെ കല്ലറയിലേക്ക് ഒഴിഞ്ഞു. ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സമ്പത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപമ നിങ്ങളുടെ കൺമുൻപിലേക്ക് വരേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സംഭവം നമ്മുടെ കർത്താവ് ഉപമയായി പ്രഖ്യാപിക്കുകയാണ്. ആ ഉപമ പറയുമ്പോൾ, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യണ്ടു? എന്റെ വിളവ് കൂട്ടിവയ്ക്കുവാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിത് എന്റെ വിളവും വസ്തുവകകളും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സമ്പത്തിനെ സംബന്ധിച്ചും അത് വെട്ടിപ്പിടിക്കുന്നതിന്റെ മുൻപിലുള്ള ഗുരുതരാവസ്ഥയെ കുറിച്ച് ഒരു ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന വിപുൽ പ്രബോധനം എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. കർത്താവ് പറയുകയാണ്, കർത്താവിനോട് സദസ്സിൽ നിന്ന് ഒരുവൻ പറഞ്ഞു, കർത്താവേ, എന്റെ സഹോദരനുമായി വസ്തു സംബന്ധിച്ചുള്ള പ്രശ്നം പരിഹരിപ്പാൻ അങ്ങ് മധ്യവർത്തിയാകണം. സാമ്പത്തിക വിഷയത്തിന്റെ പ്രശ്നപരിഹാരത്തിന് എന്റെ സഹോദരനോട് നിർദ്ദേശിക്കണം എന്ന് ആ ആൾ ആവശ്യപ്പെട്ടു. എടുത്ത വായിൽ നമ്മുടെ കർത്താവ് മറുപടി പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങളുടെ നടുവിൽ എന്നെ സമ്പത്തിന്റെ വീതം വെപ്പുകാരനാക്കിയത് ആരാ?
നിന്റെ സമ്പത്തിനെ വെട്ടിപ്പിടിക്കാൻ, ഭൗതിക നേട്ടങ്ങളെ വാരിക്കൂട്ടാൻ എന്നെ മാധ്യമമാക്കാമെന്ന് വിചാരിക്കരുത്. ഭൗതിക നേട്ടങ്ങൾ മനുഷ്യന്റെ കൈകളിൽ എത്തിക്കുവാൻ ഞാൻ മീഡിയമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യന്റെ ഭൗതിക നേട്ടം വർദ്ധിപ്പിക്കാൻ ഉപാധിയായി എന്നെ പരിഗണിക്കരുത്. എന്നിട്ട് കർത്താവ് കുറിക്കുകൊള്ളുന്ന ഒരു ഉപമ പറയുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു മനുഷ്യന്റെ കൃഷിഭൂമി നന്നായി വിളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കഥാപാത്രം ആരാണ്? കൃഷിഭൂമി നന്നായി വിളയണമെങ്കിൽ കൈകെട്ടി കാല് നീട്ടിക്കിടന്ന് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നവനെ കൊണ്ട് പറ്റില്ല. കൃഷിഭൂമി നന്നായി വിളയണമെങ്കിൽ മണ്ണിനോട് മല്ലടിക്കണം. അപ്പൊ നമ്മുടെ കഥാപാത്രം അലസനല്ല, കഠിനാധ്വാനിയാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഈ ലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരല്ലേ? സ്വന്തം കഠിനാധ്വാനം കൊണ്ട്, സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കുന്ന ഭൗതിക നേട്ടങ്ങളെ അന്യാധീനപ്പെടുത്തി കളയണം എന്നാഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അത് സ്വന്തം കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ കുറ്റവാളിയാണ്. കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു അടിക്കുറിപ്പുണ്ട്, മൂഢൻ. അപ്പൊ സ്വന്തം കഠിനാധ്വാനം കൊണ്ട്, സ്വന്തം ത്യാഗബുദ്ധി കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തന്റെയും തന്റെ കുടുംബത്തിന്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്ത് അതുകൊണ്ട് നേട്ടമുണ്ടാക്കി സമാധാനമായി ഭൂമിയിൽ ആയുസ് കഴിക്കാൻ കൊതിച്ച ഇയാൾ മൂഢനാണെങ്കിൽ അദ്ദേഹത്തെക്കാട്ടിൽ എത്രയോ ചേട്ടന്മാര് മൂഢന്മാരാണ് ഈ ഞാൻ നിങ്ങളുമൊക്കെ. സമ്പത്തിനോട് യേശുവിന് വെറുപ്പാണ്. വേദപുസ്തകം സമ്പത്തിനെ വെറുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ അബ്രഹാം എന്നറിയപ്പെടുന്ന ആ പ്രധാന കഥാപാത്രമില്ലേ, അദ്ദേഹത്തിന്റെ മടി എന്ന സങ്കല്പമല്ലേ വിശുദ്ധന്മാരുടെ വിശ്രമ പ്രതീക്ഷയ്ക്കുള്ളത്? അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നല്ലേ. ഇസഹാക്ക്, യാക്കോബ് ഇവരുടെ സമ്പത്ത് പ്രദേശങ്ങൾക്ക് വഹിപ്പാൻ കഴിയാതെ വന്നില്ലേ? എന്തിന്? പഴയ നിയമ വിശുദ്ധന്മാർ പലരും ധനാഠ്യരായിരുന്നു, എങ്കിലും അവർ നിത്യതയെ വലുതായി കണ്ടവരല്ലേ. അപ്പൊ ധനം പാപമാണോ? ഇവിടെയാണ് വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ധനമല്ല പാപം, ധനത്തോടുള്ള മനോഭാവമാണ് പാപം. ഇതിനും വലുത് പണിയും എന്നിട്ട് ഏറിയ ആണ്ടുകളിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും, തിന്നുക, കുടിക്കുക, നിനക്ക് ഏറിയ ആണ്ടുകളിലേക്ക് ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയും. സത്യത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാവനയുടെ ചിറക് വിടർത്തുകയാണ്. ചില പ്രത്യേക പോളിസി ഏജന്റുമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ അതനുസരിച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ കോടീശ്വരനാകാം എന്നൊക്കെ അവതരിപ്പിക്കാറില്ലേ? സ്തോത്രം. വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ് പഞ്ചതന്ത്ര കഥകൾ. അതിനകത്തെ സ്വഭാവകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അയാൾ ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു. ഒരു ശ്രാദ്ധത്തിന് പോയപ്പം ഒരു കുട മലപ്പൊടി കിട്ടി. ദാരിദ്ര്യത്തിന്റെ കുപ്പക്കൂനയിൽ നെല്ലിപ്പലകയിൽ കഴിയുന്ന ഈ മനുഷ്യൻ എങ്ങനെങ്കിലും ഒന്ന് ചിറകടിച്ചു പറക്കണമെന്ന് കൊതിച്ചുകൊണ്ട് സമ്പത്ത് നേടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വനാന്തരത്തിലൂടെ ഒറ്റയ്ക്ക് മടക്കയാത്ര നടത്തുന്നത്. യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു, അല്പം ഒന്ന് വിശ്രമിക്കാം. കണ്ടവർ അരയാലിന്റെ കൊമ്പിൽ ഈ മറുപൊടിക്കുടം കെട്ടിത്തൂക്കി കൺമുൻപിൽ വെച്ചതിന് ശേഷം അതിന്റെ ചുവട്ടിൽ തന്നെ കിടന്ന് ശാന്തമായി ഇതിനെ കണ്ടുകൊണ്ടുറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തയ്ക്ക് ചിറകെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണ്, അധികം താമസിക്കാതെ ഈ മറുപടിക്കുടം വിൽക്കും. വിറ്റാൽ ഒരു പെണ്ണാടിനെ വാങ്ങിക്കും. വാങ്ങിച്ചാൽ അധികം താമസിക്കാതെ പെണ്ണാട് ഇരട്ട പെറും. ഇരട്ട പറ്റാൽ ഞാൻ ആട്ടിൻ പറ്റങ്ങളെ തന്നെ സ്വന്തമാക്കും. സ്വന്തമാക്കിയാൽ പിന്നെ പശുക്കളെ വാങ്ങിക്കും. പിന്നെ വാങ്ങിച്ചാൽ എരുമകളെ വാങ്ങിക്കും. പിന്നെ പെൺകുതിരകളെ വാങ്ങിക്കും. നാട്ടിലെ പ്രമുഖ ബ്രാഹ്മണന്റെ നിലവാരത്തിലേക്ക് ഞാൻ അങ്ങ് കുതിച്ചുയരും. അങ്ങനെ ഇരിക്കെ നാട്ടിലെ ഏറ്റവും ഉന്നതനായ ബ്രാഹ്മണൻ ഏക മോളെ എനിക്ക് കല്യാണാലോചനയുമായിട്ട് വരും. ഞങ്ങളുടെ വേളി അങ്ങ് ഭംഗിയായി നടക്കും. എന്റെ കൊച്ച് വീടിന്റെ മുൻപിൽ ഓടിച്ചാടി നടക്കുമ്പോ ഭാര്യ കൊച്ചിനെ നോക്കാഞ്ഞ കാരണത്താൽ
കൊച്ചു കാല് തെറ്റിയൊന്ന് വീഴും. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന വടിയുമായിട്ട് അങ്ങോട്ട് ചെന്ന് എന്റെ ഭാര്യയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കും. എന്തിനാണെന്നറിയാമോ? കൊച്ചിനെ നോക്കാഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞ് കൈ നിർത്ത് ഒറ്റയടി. കിട്ടിയത് മറപ്പടിക്കൂടത്തിനോട്ടായിരുന്നു. വായിലും മൂക്കിലും കൂടെ എല്ലാം തെറിച്ച് ഇയാൾ ഇളുപ്യനായി എഴുന്നേറ്റു. ഇതുപോലെ ഈ മനുഷ്യൻ ഭാവിയെ കുറിച്ച് അങ്ങനെ സ്വപ്നം കാണുകയാണ്. എവിടെ വരെയാണ് കണക്ക് കൂട്ടുന്നത്? കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടേണ്ടതെല്ലാം വിദഗ്ധമായി പ്ലാൻ ചെയ്തു. പക്ഷേ കല്ലറയ്ക്കപ്പുറം അയാൾ വിട്ടുകളഞ്ഞു. ആരാണ് മൂഢൻ എന്നറിയാമോ? പണം കരങ്ങളിൽ ഉള്ളത് കൊണ്ടല്ല യേശു അവനെ മൂഢൻ എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ കല്ലറയ്ക്കിപ്പുറത്തേതിന് മുൻഗണന നൽകി കല്ലറയ്ക്കപ്പുറം വിട്ടുകളഞ്ഞു. ആരാണ് ധന്യൻ എന്നിന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം. കല്ലറയ്ക്കിപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറയ്ക്കപ്പുറം പ്ലാൻ ചെയ്യാൻ കണ്ണു തുറന്നൊരു ദൈവവൈദ്യനുണ്ടോ? അവരാണ് ധന്യൻ. കല്ലറയ്ക്കിപ്പുറത്തുള്ളതിനേക്കാൾ കല്ലറയ്ക്കപ്പുറത്തുള്ളതിനെ കാണാൻ, കല്ലറയ്ക്കിപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുകയാണെങ്കിൽ ആ കണ്ണ് തുറക്കുന്നത് ആദ്യം ധനത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ അടിമുടി സ്വർഗം മാറ്റും. ഇവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ശ്രദ്ധേയമായ ഗിരിപ്രഭാഷണത്തിൽ ഒരു ഭാഗം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുലന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിശ്ചയം സ്വരൂപിച്ചു കൊള്ളുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരുവൻ സമ്പാദ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ അവന്റെ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത സമയം പുഴുവും തുരുമ്പും ആ നന്മകൾ മുഴുവൻ കെടുത്തിക്കളയും. എന്നാൽ പുഴുവും തുരുമ്പും കെടുക്കാത്ത ആ സ്വർഗത്തിലാണ് നിക്ഷേപമെങ്കിൽ ഒരു ദിവസം ആ പ്രതിഫല വിഭജന ദിനം നിത്യതയിലെത്തുന്ന നിന്റെ കൺമുൻപിൽ സ്വർഗത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ, സ്വർഗത്തിന്റെ ലോക്കറിൽ, സ്വർഗത്തിന്റെ ആ ദിവ്യ സമ്പത്ത് നിന്റെ കൈകളിൽ ദിവ്യപ്രകാശമായി വന്നു ചേരുന്ന ആ മഹാദിവസം കൺമുൻപിലെത്തും. ഞാൻ ഇന്ന് രാത്രി ഈ ദൂതിന് മുമ്പിൽ ചോദിക്കട്ടെ, ഭക്തനായ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയില്ലേ, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്നു, സാധു എന്നെ ഓർത്ത് നിത്യം താതനോട് യാചിക്കുന്നു, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുമ്പോഴും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചുള്ള ബോധ്യം ആ ഭക്തന്മാരുടെ മനസ്സിനെ മതിച്ചുവെങ്കിൽ, നിങ്ങൾ എവിടെയാണോ സമ്പത്ത് സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത് അവിടെ മാത്രമേ നിങ്ങളുടെ മനസ്സ് ചുറ്റിപ്പറ്റി നിൽക്കുകയുള്ളൂ. ഈ ഭൂമിയിലെ ക്രയവിക്രയങ്ങൾക്ക് നടുവിൽ നിത്യതയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിമെങ്കിൽ കല്ലറയ്ക്കപ്പുറത്ത് ജീവിതത്തെ തയ്യാറെടുപ്പിക്കത്തക്ക വിധം നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരുക്കിയിരിക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സ്വരൂപിച്ചു വെച്ചതും ഇതുവരെ നേടിയതും നിത്യതയുമായി ഒരു നിമിഷം ഒന്ന് താരതമ്യപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ രാത്രി നിങ്ങളെ വ്യക്തിഗതമായി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ മുഴുവൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ, നിങ്ങളുടെ ത്വര മുഴുവൻ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം മുടക്കി നിൽക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത സമയം, പ്രതീക്ഷിക്കാത്ത നിലയിൽ മരണം എന്റെയും നിങ്ങളുടെയും അടുക്കലെത്തും. ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം നേടിയാലും നിങ്ങളുടെ ജീവിതം ഇന്ന് മരണത്തിലെത്തിയാൽ, കല്ലറയ്ക്കലെത്തിയാൽ, അടുത്ത ചില പരിമിത ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നില എന്താണ് എന്ന് ഒന്ന് സ്വയശോധന ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇല്ല, ഇത് മുഴുവൻ നശ്വരമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറകിൽ, നാളുകൾക്ക് പുറകിൽ ഒരു ശവമടക്ക് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ശവക്കോട്ടയുടെ മുൻപിൽ അല്പം നേരത്തെ എത്തേണ്ട സാഹചര്യത്തിൽ ആ സഭയിലെ വിശ്വാസികൾ ആ മുൻപിലത്തെ സ്ലാബ് മാറ്റിക്കൊണ്ടിരിക്കുക. സ്ലാബ് ഇങ്ങോട്ട് എടുത്തു മാറ്റി വെച്ച മുൻപിലത്തെ പെട്ടി അവിടെ ഇരിപ്പുണ്ട്. അവരൊന്ന് തട്ടിയപ്പോഴേക്കും അതിന് 4 വശവും പൊളിഞ്ഞ് താഴെ വീണു. ചില മാസങ്ങൾക്ക് പുറകിൽ വെച്ച ആ ഡെഡ് ബോഡിയുടെ തലയോട്ടി തെളിഞ്ഞു വന്നു. വെറുതെ ഒന്നുകൂടെ അവർ മുൻപോട്ടൊന്ന് തട്ടിയതാ. അപ്പോഴേക്കും ആ പെട്ടിക്കകത്ത് നിന്ന് ആ തലയോടുൾപ്പെടെയുള്ള
ആ കപാലം, ആ ശരീരഭാഗം, ശരീരാവസ്ഥകൾ ഇതെല്ലാം കൂടെ ദ്രവിച്ചുമായിട്ട് അസ്ഥിഘടന മാത്രം പിടഞ്ഞ് താഴേക്ക് വീണ് തള്ളി അകത്തേക്ക് കളയുന്നു. എത്ര മനോഹരമായി ഒരുങ്ങി ജീവിച്ച ഒരു സഹോദരന്റെ ഡെഡ് ബോഡി. ഒരിക്കൽ പ്രശസ്തനായ ഗ്രീസിലെ ചിന്തകൻ ഒരു കല്ലറയുടെ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന അസ്ഥികൂടങ്ങളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ പോലെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി അതുവഴി വരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു, അങ്ങ് എന്താ ഈ തലയോടുകളിൽ ഇത്രമാത്രം സൂക്ഷിച്ചു നോക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ ചിന്തകൻ പറഞ്ഞ മറുപടി ഇതാ: അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവിന്റെ തലയോട്ടി ഏതാണ് എന്ന് ഞാൻ സൂക്ഷിച്ച് പരിശോധിക്കുകയാണ്. പറഞ്ഞതിന്റെ ആശയം അലക്സാണ്ടർക്ക് പിടികിട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, സയൻസ് മ്യൂസിയം കാണാൻ ഒരിക്കൽ കയറി ചെന്ന ഒരു ചിന്തകൻ ഒരു സ്കള്ളിന്റെ അസ്ഥികൂടത്തിന്റെ മുൻപിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പത്രത്തിൽ വന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: തിലകം ചാർത്തി ചീകിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായോ. ആ അസ്ഥികൂടത്തിന്റെ മുൻപിൽ ആ സയൻസ് മ്യൂസിയത്തിൽ നിന്ന ചിന്തകൻ ചോദിക്കുകയാ, ആണായിരുന്നോ പെണ്ണായിരുന്നോ? ഏത് കുടുംബത്തിലാ പിറന്നത്? വലിയ തറവാട്ടിലായിരുന്നോ കൊച്ചു തറവാട്ടിലായിരുന്നോ? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ? ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ക്ഷണികമാണ് ഈ ആയുസ്. ഇത് അതിവേഗം അവസാനിക്കും. ഇന്ന് രാത്രി ആയുസ് കൊണ്ട് നേടിയ പല സാമ്പത്തിക നേട്ടങ്ങളും പിൻതലമുറകൾ കരിങ്കാറ്റിൽ കൊടുങ്കാറ്റിൽ പറക്കുന്നത് പോലെ പറത്തിക്കളയും. എന്നാൽ ആയുസ് കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെപ്പിറപ്പേ അതേ നിൽക്കൂ, അല്ലാത്തതൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. ആ രണ്ട് കൈകളും ഒന്ന് മലർത്തിപ്പിടിച്ച് ഒരു നിമിഷം സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയമാകുക. കല്ലറയ്ക്കിപ്പുറത്ത് നേടേണ്ട നേട്ടങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ? കിട്ടാൻ തുടങ്ങുന്ന LIC പോളിസിയുടെ പ്രതിമാസ വരുമാനത്തെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് ഡിപ്പോസിറ്റുകൾക്ക് വേണ്ടി മനസ്സ് സജ്ജമാക്കാറില്ലേ? അല്ല, പെൻഷൻ സമ്പ്രദായത്തെ സംബന്ധിച്ചും മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികളെ കുറിച്ചും ആയിരം ചിന്തകൾ മനസ്സിൽ ഉയരുകയല്ലേ? എന്നാൽ പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ മരണം ഒരു ദിവസം വരും. നേടിയതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കും. എന്റെ വീട്ടിൽ ഞാൻ ബാത്റൂമിൽ ദേഹത്ത് സോപ്പ് തേച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരാൾ കോളിംഗ് ബെൽ അടിച്ചാൽ നിൽക്കേ, ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ വരാമേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. എന്നാൽ ദേഹത്ത് സോപ്പ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം വന്നാൽ പിന്നെ കൊണ്ടേ പോകൂ. ഏത് സമയത്തും അത് സംഭവിക്കും. കല്ലറയ്ക്കിപ്പുറം അല്ല സഹോദര വലുത്, കല്ലറയ്ക്കപ്പുറമാണ് വലുത്. ആകയാൽ ഇന്ന് രാത്രി കരങ്ങൾ രണ്ടും മലർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം പറയുക: സ്വർഗത്തിൽ എന്റെ ആയുസ് കൊണ്ട് ചില നിക്ഷേപങ്ങൾ എനിക്ക് സ്വരൂപിക്കണം. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഈ ദൂതിന് മുൻപിൽ ചില വ്യക്തികളെ തട്ടി ഉണർത്തുകയാണ്. ഇനിയും ഓടുവാൻ എത്രയുണ്ട്? അല്പകാലം മാത്രം. ഇതിനുള്ളിൽ എനിക്ക് നിത്യതയ്ക്കായി ചിലത് സമ്പാദിക്കണം. ഈ രാത്രി ശാന്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗത്തിലെ അക്ഷയമായ സമ്പത്ത്, നിത്യതയിൽ നീണ്ടു നിൽക്കുന്ന സ്വർഗീയ സമ്പത്ത് എനിക്കത് സമ്പാദിക്കണം. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതെല്ലാം ഈ ബന്ധങ്ങൾ കൊണ്ട് അസ്തമിക്കും. നിത്യതയ്ക്ക് വേണ്ടി ചിലത് സമ്പാദിക്കാൻ ഭാഗ്യം ദൈവം തന്ന ആയുസിന്റെ 12-ാം മണി നേരമാണ് ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ രാത്രി നിങ്ങളെ അതിനായി ഒരുക്കുകയാണ്. ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. ആയുസ് കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി എന്ത് സമ്പത്താണ് സ്വരൂപിച്ചിട്ടുള്ളത്? ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒരു ബൈബിൾ പ്രതി കൈമാറ്റം ചെയ്തിട്ടുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി ഏത് സമ്പത്താണ് ആയുസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ഭൂമിയിലെ സമ്പത്ത് സ്വരൂപിക്കലിനേക്കാൾ നിത്യതയെ വലുതായി കണ്ടുകൊണ്ട് സമ്പത്ത് തയ്യാറാക്കാൻ
ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സദസ്സിനെ നിന്റെ കൈകളിൽ കൈമാറുകയാണ്. അതിശക്തമായ പോരാട്ടങ്ങൾ അനുഭവിച്ച് ക്രൈസ്തവ പീഡ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പസ്തോലിക കാലയളവിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ളതിനാൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച അപ്പസ്തോലിക സമൂഹത്തിന്റെ ദർശനത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നു. ഈ സദസ്സിനെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.